ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. സതീഷിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ജൂലൈ 19 പുലർച്ചെയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം കോയിവിള സ്വദേശി അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടേത് കൊലപാതകമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആരോപണം. എന്നാൽ കൊലപാതകത്തിന് തെളിവില്ലെന്ന് നിരീക്ഷിച്ച കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വിശദവാദത്തിനൊടുവിലാണ് കേസിൽ സതീഷിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയത്. ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായ സതീഷിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയായിരുന്നു. സതീഷിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. പ്രതി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് വിശദമായ മൊഴിയെടുക്കും. ന്യൂസ് മലയാളം, കൊല്ലം.